ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഓഫ്സെറ്റിലായിരുന്നു. ഇനി നമുക്ക് സ്വീപ്പിലേക്ക് പോകാം. സ്വീപ്പിൽ പോകാൻ ഞാനിപ്പോൾ പുതിയൊരു ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യണം. ന്യൂ വയർ ഫ്രെയിം ആൻഡ് സർഫസ് ഡിസൈൻ എടുത്തു. എന്നിട്ട് അതിനകത്ത് സ്വീപ്പ്, ഞാൻ ഈ ഒരു പ്ലെയിൻ സെലക്ട് ചെയ്തൊരു സ്വീപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാർട്ട് ഡിസൈനിൽ പഠിച്ച പോലെ തന്നെ നമുക്ക് ഒരു പാത്തും വേണം, ഒരു ക്രോസ് സെക്ഷനും വേണം, അല്ലെങ്കിൽ ഒരു പ്രൊഫൈലും വേണം, ഒരു ക്രോസ് സെക്ഷനും, ഒരു പാത്തും വേണം. ഇതൊരു പാത്തായിട്ടിരിക്കട്ടെ. സ്വീപ്പിനകത്ത് നമ്മളിപ്പോൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് രണ്ട് ഓപ്ഷനാണ്, എക്സ്പ്ലിസിറ്റും ലൈനും എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഈ എക്സ്പ്ലിസിറ്റിനകത്ത് നമുക്കൊരു പ്രൊഫൈലും വേണം, ഒരു ഗൈഡ് കർവും വേണം. ഗൈഡ് കർവാണ് നമ്മൾ ഉദ്ദേശിച്ച പാത്ത് എന്നുള്ളത്. പ്രൊഫൈൽ എന്ന് പറയുന്നത് നമ്മുടെ സ്വീപ്പ് ചെയ്യേണ്ട പ്രൊഫൈൽ, അതായത് ക്രോസ് സെക്ഷൻ. ഇപ്പോൾ ക്രോസ് സെക്ഷൻ വരയ്ക്കാൻ വേണ്ടി എനിക്ക് പുതിയൊരു പ്ലെയിൻ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം. ഞാനിവിടെ പുതിയൊരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാൻ പോകണേ. പ്ലെയിൻസിനകത്ത് പോവുക, എന്നിട്ട് ഇവിടെ നോർമൽ ടു കർവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കർവായിട്ട് ഇതും പോയിന്റ് ആയിട്ട് ഇതും സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്താൽ നോർമൽ ടു കർവ് വന്നു. ഈ ഒരു പ്ലെയിൻ സെലക്ട് ചെയ്തൊരു സ്കെച്ച് കൊടുക്കുക. ഈ ഒരു പ്ലെയിൻ സെലക്ട് ചെയ്ത് സ്കെച്ച് കൊടുത്ത് ഇവിടെ ഒരു കോൺസെൻറ്റ് കൊടുത്തിരിക്കട്ടെ. സ്വീപ്പിനകത്ത് പോവുക, പ്രൊഫൈലായിട്ട് ഇതും ഗൈഡ് കർവായിട്ട് ഇതും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്വീപ്പ് ചെയ്ത് കണ്ടോ. ഓക്കെ, ഇതാണ് സ്വീപ്പ് ടൂൾ വരുന്നത്. ഇതിപ്പോൾ ഞാനിവിടെ കൊടുത്തത് എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഇനി ഇവിടെ ലൈൻ എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്. ലൈൻ എന്ന് പറഞ്ഞ ടൂളിലാണെങ്കിൽ നമ്മൾ രണ്ട് ഗൈഡ് കർവുകളാണ് കൊടുക്കേണ്ടത്. അതിനുവേണ്ടി പുതിയൊരു ഡ്രോയിങ് എടുക്കുകയാണ്. ഞാനൊരു ഫസ്റ്റ് ലൈൻ ഇവിടെ ഇങ്ങനെയും ഇതിന് പാരലായിട്ട് വേറൊരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യണേ. ഒരു ലൈൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണം. ഒരു ലൈൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ സ്വീപ്പിനകത്ത് ലൈൻസിനകത്ത് ടു ലിമിറ്റ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് ഗൈഡ് കർവായിട്ട് ഇതും സെക്കൻഡ് ഗൈഡ് കർവായിട്ട് ഇതും കൊടുത്തിരിക്കട്ടെ. ഇതിൻ്റെ അന്ന് പ്രീവ്യൂ എടുക്കുക. ഓക്കെ, ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ലൈനാണ് അതിന് തമ്മിൽ കണക്ട് ചെയ്തത്. ഈ ടൂളിൻ്റെ പേര് എങ്ങനെയാണ്, ഒരു ലൈൻ വെച്ച് അതിനെ കണക്ട് ചെയ്ത് ഒന്ന് സ്വീപ്പ് ചെയ്ത് തരും. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് ഫസ്റ്റ് ഇവിടെ ലെങ്ത് 1 ഉണ്ട്. അതായത് ഇവിടുന്ന് എത്ര ലെങ്ത് പോകണം, ഈ ലെങ്ത് ടു ലൈൻ 2ൽ നിന്ന് എത്ര ലെങ്ത് പോകണം എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്ഡേറ്റ് ചെയ്ത് കഴിയാൻ നേരത്ത് ഇവിടെ ഒരു റെഡ് കളർ ഇരിക്കുന്നതുണ്ടോ. റെഡ് കളർ ഇരുന്ന് കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മളൊന്ന് പ്രീവ്യൂ ഒന്ന് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വരുവോളാണ്. ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആയിട്ടില്ല എന്നാണ് അർത്ഥം. നമുക്ക് ഇവിടെ മാനുവൽ അപ്ഡേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ടിക്ക് ഓൺ ആക്കി വെച്ചേക്കാം കേട്ടോ. അപ്പം തനിയെ അപ്ഡേറ്റ് ആയിക്കോളും. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ തനിയെ അപ്ഡേറ്റ് ആയിക്കോളും. സോറി, അത് ഓഫ് ചെയ്ത് വെക്കാം. സോറി, അത് ഓൺ അല്ല, അത് ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ. മാനുവൽ അപ്ഡേറ്റ് ഓഫ് ആണെങ്കിൽ മാത്രമാണ് തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ പോയി അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യണം. മാനുവൽ അപ്ഡേറ്റ് ഓൺ ആണെങ്കിൽ നമ്മൾ അത് ഓഫ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആയിക്കോളും. ഓക്കെ, ഇനി അടുത്ത വരുന്നൊരു ടൂളാണ് സ്വീപ്പ് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഫിൽ എന്ന് പറഞ്ഞൊരു ടൂള്. ഈ ഫിൽ ടൂള് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. ഇപ്പം ഓൾറെഡി ഇവിടെ ഞാനിപ്പം ഫില്ലിനകത്ത് പോയി എന്നിട്ട് ഞാൻ
ഇവിടെ ഈ ഒരു ക്ലോസ്ഡ് സ്കെച്ച് പറഞ്ഞു കൊടുത്തിരിക്കട്ടെ. റിവ്യൂ. ഓക്കെ, ഒരു സ്കെച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാം, ആ ഒരു റീജിയൻ കൂടെ ഫില്ല് ചെയ്ത് തരും. അത് ഒരു സർഫസിന്റെ എഡ്ജസ് തന്നെ ആവണമെന്നില്ല, നമുക്ക് വേറൊരു ഇൻഡിവിജ്വൽ പാർട്സ് ആണെങ്കിലും മതി. ഇങ്ങനെ ഒരു ഇൻഡിവിജ്വൽ പാർട്ട്, ഒരു ക്ലോസ്ഡ്, സാധാരണ ഒരു ക്ലോസ്ഡ് സ്കെച്ച് ആണെങ്കിലും മതി. ഇങ്ങനൊരു ക്ലോസ്ഡ് സ്കെച്ച് ആണെങ്കിലും മതി. ഇവിടെ ഫില്ലിനകത്ത് പോവുക, ഈ സെക്ഷൻ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫില്ലായിട്ട് വരും. ഓക്കെ, അതാണ് ഫില്ല്. ഇത് ഇപ്പൊ ഞാൻ ഒരു സ്കെച്ച് വരച്ചുള്ളൂ. ഇവിടെ ഞാൻ ഒരു മൾട്ടിപ്പിൾ സ്കെച്ച് വരയ്ക്കുകയാണെങ്കിൽ ആ സ്കെച്ചുകളെല്ലാം ഫില്ല് ചെയ്ത് വരും. അതെല്ലാത്തിനും ഫില്ല് ചെയ്ത് തരും. ഓക്കെ, ഇത് തനിയെ അപ്ഡേറ്റ് ആയത് കണ്ടോ, ഇവിടെയൊക്കെ ഫില്ല് അപ്ഡേറ്റ് ആയത് കണ്ടോ, കാരണം അത് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആയതാ. ഇവിടെ മാനുവൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഓട്ടോമാറ്റിക് ആവില്ല, നമ്മളിവിടെ അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ട വരും. ഓക്കെ, അപ്പോൾ അതാണ് ഫില്ല് ടൂള്. പിന്നെ വരുന്നതാണ് മൾട്ടി സെക്ഷൻ സർഫസ്. മൾട്ടി സെക്ഷൻ മുന്നേ ഒരു കാര്യം പറയാം, നമുക്കിവിടെ ബ്ലെൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ബ്ലെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സർഫസുകൾ തമ്മിൽ കണക്ട് ചെയ്തൊരു സർഫസ് തന്നെ ഉണ്ടാക്കുക എന്നാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. ഞാനൊരു ബ്ലെൻഡ് സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് കർവായിട്ട്, സോറി, അവിടെ കർവ് സെലക്ട് ചെയ്യുമ്പം ഇവിടെ ഈ ഒരു സ്കെച്ച് കണ്ടോ, ആ സ്കെച്ച് വിസിബിൾ ആണ്. ആ സ്കെച്ചിനെ ഞാൻ ഹൈഡ് ചെയ്യുക. ഹൈഡ് ചെയ്തിട്ട് നമുക്ക് ബ്ലെൻഡ് കൊടുക്കാം. ഇപ്പം സെലക്ഷൻ കയറി നേരത്തെ ആ സ്കെച്ചിൽ കയറി പിടിച്ചു. കർവായിട്ട് ഞാൻ ഇതും അതിൻ്റെ സപ്പോർട്ടായിട്ട് ഈ ഒരു എന്തോ ഒരു എറർ വരുന്നുണ്ട്, ഒരു മിനിറ്റ് നോക്കട്ടെ. ഓക്കെ, ആ ഒരു എറർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഫില്ല് കണ്ടോ, ഇവിടെ ഒന്നിലധികം ക്ലോസ്ഡ് ആയിട്ടുള്ള സർഫസുകളില്ലേ, അതുകൊണ്ടാണ് ആ ഒരു ഇഷ്യൂ വന്നത് കേട്ടോ. ഞാനിപ്പം ഇത് രണ്ട് കളയാതിരിക്കട്ടെ. എക്സിറ്റ്. ഇനി അടുത്തത് ഇതേ പ്ലെയിനിൽ തന്നെ, ഇതേ പ്ലെയിനോ അല്ലെങ്കിൽ വേറൊരു പാരലായിട്ട് വേറൊരു പ്ലെയിൻ ഉണ്ടെന്നിരിക്കട്ടെ. കുറച്ച് പാരലായിട്ടൊരു പ്ലെയിൻ ഉണ്ട്. ആ പ്ലെയിനിൽ ഞാൻ വേറൊരു സ്കെച്ച് കൊടുക്കുക. ഓക്കെ, ഇവിടെ ബ്ലെൻഡിനകത്ത് പോയിട്ട് ഞാൻ ഫസ്റ്റ് സെലക്ഷനായിട്ട് ഇത് കൊടുത്തു. നമുക്ക് ഇവിടെ ഈ പ്രാവശ്യം നമ്മുടെ സെലക്ഷൻ പ്രോപ്പറായിട്ട് വന്നു. നേരത്തെ വരാഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലധികം ക്ലോസ്ഡ് ആയിട്ടുള്ള സ്കെച്ചുകൾ ഉണ്ടായിരുന്നു, ഒന്നിലധികം സർഫസുകൾ ഉണ്ടായിരുന്നു അവിടെ. ഫസ്റ്റ് സപ്പോർട്ടായിട്ട് ഇത്, ഫസ്റ്റ് കർവായിട്ട് ഇത്, സെക്കൻഡ് കർവായിട്ട് ഇത്, സെക്കൻഡ് സപ്പോർട്ടായിട്ട് ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് പ്രീവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ രണ്ട് സർഫസുകൾ തമ്മിൽ കണക്ട് ചെയ്ത് കണ്ടോ, ആ രണ്ട് സർഫസുകൾ തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് കണ്ടോ, ഇങ്ങനെ കിട്ടുന്നതാണ്. ഇങ്ങനെ കണക്ട് ചെയ്ത് തരുന്നതിനാണ് നമ്മൾ ബ്ലെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് സർഫസ് ടൂൾ ബോക്സിനകത്തെ ലാസ്റ്റ് ഓപ്ഷൻ, ബ്ലെൻഡ്. ഓക്കെ, ഇത്ര നോക്കിക്കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഓഫ്ലൈൻ ലൈവ് സെക്ഷനകത്ത് ഡൗട്ട് നമുക്ക് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. ഓക്കെ.